Hello everyone, welcome back to my channel Ncert Malayalam. Ncert class 9th English chapter 9 The Bond of Love-ൻ്റെ ഫൈനൽ പാർട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി വി ഹാവ് ഡിസ്കസ് ദ ഫസ്റ്റ് പാർട്ട്. സോ വാട്ട് ഈസ് എ ബോണ്ട്? ബോണ്ട് എന്ന് വെച്ചാൽ ഒരു സ്നേഹബന്ധം. ഇവിടെ നമ്മൾ കാണുന്നത് ഒരു സ്ലോത്ത് ബെയറും അതുപോലെ തന്നെ ഹ്യൂമൻ ബീങ്സും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധമാണ്. അപ്പോൾ നമ്മൾ കുറേ കഥകളൊക്കെ പറഞ്ഞു. സ്ലോത്ത് ബെയർ നോട്ടിയാണ്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായി, ഒരു ഓയിലൊക്കെ എടുത്ത് കുടിച്ചു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി അവരുടെ ലൈഫിലേക്ക് എന്താ ഉണ്ടായത് നമുക്ക് നോക്കാം. സോ the months rolled on, and Bruno had grown many times the size he was when he came. He had equaled the Alsatians in height and had even outgrown them. സോ മാസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇപ്പോൾ ബ്രൂണോ ആണെങ്കിൽ ഇവിടെ നല്ലോണം വലുതായിരിക്കുകയാണ്. അതായത് ഏകദേശം നമ്മുടെ അൽസേഷ്യൻ ഡോഗ്സിൻ്റെ അത്ര ഹൈറ്റും അവരെക്കാളും വളർന്നിട്ടുണ്ട്, നല്ല സൈസും ഉണ്ട് ഇപ്പോൾ. ബട്ട് വാസ് ജസ്റ്റ് ആസ് സ്വീറ്റ്, ജസ്റ്റ് ആസ് മിസ്ചീഫസ്, ജസ്റ്റ് ആസ് പ്ലേഫുൾ. പക്ഷേ ആൾ നല്ല സ്വീറ്റാണ്, നല്ല നോട്ടിയാണ്, നല്ല കളിക്കാരനാണ്. അപ്പം അടിപൊളിയാണ് അവന്. ആൻഡ് ഹീ വാസ് വെരി ഫോണ്ട് ഓഫ് എസ് ഓൾ. Above all, he loved my wife and she loved him too. She had changed his name from Bruno to Baba, a Hindustani word signifying small boy. സോ എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എസ്പെഷ്യലി നമ്മുടെ നറേറ്റർ അല്ലെങ്കിൽ ഓതറിൻ്റെ വൈഫിന്, അവൾക്കാണെങ്കിൽ തിരിച്ചും ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരതുകൊണ്ട് ബ്രൂണോ എന്ന പേരിൽ നിന്നും ബാബ എന്ന പേര്, അതായത് ഹിന്ദുസ്ഥാനി വേർഡായിട്ടുള്ള സ്മോൾ ബോയ് എന്നുള്ള ഒരു മീനിങ് വരുന്നൊരു പേരാണ് നമ്മുടെ ബ്രൂണോയെ വിളിച്ചിരുന്നത്. ആൻഡ് ഹി കുഡ് ഡു എ ഫ്യൂ ട്രിക്സ് ടു. At the command Baba Wrestle or Baba Box, he vigorously tackled anyone who came forward for a rough and tumble. So ഇത്രയായാലും അവനെ എന്തെന്ന് വെച്ചാൽ കുറച്ച് ട്രിക്ക് കളിക്കും. അപ്പോൾ അവനെ ഇനി ബാബ റെസിൽ ചെയ്യുമോ അല്ലെങ്കിൽ ബാബ ഗുസ്തി ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ബാബ ബോക്സ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അടുത്ത് വരുന്ന ആളെ അവൻ നല്ലവണ്ണം എന്ത് ചെയ്യും, അവരെ ശരിയാക്കും. Gave him a stick and say, Baba hold gun, and he pointed the stick at you. സോ ഇനി ബാബനോട് പറയാണ് ഈ തോക്ക് പിടിച്ചതെന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ പോയിൻ്റ് ചെയ്തിട്ട് അവനെന്ത് ചെയ്യും, ഈ ആ ഗണ്ണ് പിടിക്കും. Ask him, Baba, where's the baby? And he immediately produced and cradled the affectionately a stump of wood which he had carefully concealed in his straw bed. സോ ബാബനോട് where is the baby എന്ന് ചോദിക്കുകയാണെങ്കിൽ അവന് ഒരു വുഡിൻ്റെ ഒരു സ്റ്റമ്പ് അല്ലെങ്കിൽ ഒരു തടിക്കഷ്ണം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അവൻ്റെ ബെഡിൻ്റെ താഴെ. കൺസീൽഡ് എന്ന് വെച്ചാൽ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ്. അത് വെച്ചിട്ട് അവനെന്ത് ചെയ്യും, നല്ല പോലെ ക്രാഡിൽ ചെയ്യും അല്ലെങ്കിൽ തൊട്ടിലാട്ടുന്ന പോലെ കാണിക്കും. അത്രത്തോളം അഫെക്ഷൻ ഉണ്ട് അവന് ആ ഒരു വുഡ് സ്റ്റമ്പിനോട്. ബട്ട് ബിക്കോസ് ഓഫ് ദി ടെൻസ് ഓഫ് ചിൽഡ്രൻ, പൂർ ബ്രൂണോ ഓർ ബാബ ഹാഡ് ടു ബി കെപ്റ്റ് ചെയിൻഡ് ഫോർ മോസ്റ്റ് ഓഫ് ദി ടൈം. പക്ഷേ ബാബ ഇപ്പോൾ വലിയ സൈസിലുള്ളൊരു സ്ലോത്ത് ബിയറായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലുള്ള വടകക്കാരുടെ മക്കളുള്ളതുകൊണ്ട് തന്നെ ബാബയെ എപ്പോഴും എന്ത് ചെയ്യണം, ഇങ്ങനെ ചങ്ങലക്കിൻ്റെ ഒരാവശ്യമുണ്ട്. Then my son and I advised my wife and friends advised her to give Baba to the zoo at Mysore. He was getting too big to keep at home. So നമ്മുടെ നറേറ്ററിൻ്റെ അല്ലെങ്കിൽ ഓതറിൻ്റെ മോനും അതുപോലെ തന്നെ അവരുടെ വൈഫ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട്സും ഒക്കെ നമ്മുടെ നറേറ്ററിൻ്റെ അല്ലെങ്കിൽ ഓതറിൻ്റെ വൈഫിനെ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ബാബയെ മൈസൂരിൽ സൂവിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. He was getting too big to keep at home. After some weeks of such advice, she at last consented. സോ ഇത്രയും വലിയൊരു ജീവിയെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, വീട്ടിൽ കീപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ കുറേ അഡ്വൈസ് അല്ലെങ്കിൽ കുറേ ഉപദേശത്തിന് ശേഷം അവരുടെ വൈഫ് അതിന് യെസ് എന്ന് സമ്മതം മൂളി. കൺസെൻറ്റഡ് എന്ന് വെച്ചാൽ അംഗീകരിച്ചു അല്ലെങ്കിൽ സമ്മതം മൂളി എന്നുള്ള മീനിങ് ആണ്. ഹേസ്റ്റലി ആൻഡ് ബിഫോർ ഷീ കുഡ് ചേഞ്ച് ഹെർ മൈൻഡ്, എ ലെറ്റർ ഈസ് ഗിവൺ ടു ദ ക്യൂറേറ്റർ ഓഫ് ദ സൂ. ഡിഡ് ഹി വാണ്ട് എ ചെയിൻ ബിയർ ഓഫ് ഹിസ് കളക്ഷൻ. സോ മനസ്സോടെ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അതായത് ഭാര്യയുടെ മനസ്സ് മാറാവുന്നതിന് മുന്നേ തന്നെ അവിടുത്തെ സൂവിലുള്ള ക്യൂറേറ്റർ എന്ന് പറയുമ്പോൾ സൂവിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ക്യൂറേറ്റർ എന്ന് വിളിക്കുക. നിങ്ങൾക്ക് ടൈം ചെയ്ത് അല്ലെങ്കിൽ വളർത്തുന്ന ഒരു മൃഗത്തെ വേണോ അല്ലെങ്കിൽ ബെയറിനെ വേണോ എന്ന് ചോദിക്കുകയാണ്. ഹി റിപ്ലൈഡ്, യെസ്, ദി സൂ സെൻഡ് എ കേജ് ഫ്രം ദി മൈസൂർ ഇൻ എ ലോറി എ ഡിസ്റ്റൻസ് ഓഫ് 87
മൈൽസ് ആൻഡ് ബാബ വാസ് ബാക്ക്ഡ് ഓഫ്. അപ്പോൾ ക്യൂറേറ്റർ പറയാണ് യെസ് എന്ന് പറഞ്ഞ് റിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ മൈസൂരിലുള്ള ആ സൂക്കാർ ലോറിയിൽ ഒരു കേജ് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം 87 മൈൽസ് അപ്പാർട്ടാണ്. എന്നിട്ട് നമ്മളെ ബാബേനെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ബ്രൂണോയെ പാക്ക് ചെയ്തു. വി ഓൾ മിസ്ഡ് ഹിം ഗ്രേറ്റ്ലി ബട്ട് ഇൻ എ സെൻസ് വി വർ റിലീവ്ഡ്. എല്ലാവർക്കും ബാബയെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് റിലാക്സേഷൻ ഉണ്ടായിരുന്നു നല്ലോണം. മൈ വൈഫ് വാസ് ഇൻകൺസോളബിൾ. ഷി വെപ്റ്റ് ആൻഡ് ഫ്രെറ്റഡ്. സോ നമ്മുടെ നറേറ്ററിൻ്റെ ഭാര്യയാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അവർ ഫുള്ള് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഷി വാസ് ഫ്രെറ്റഡ് ടു, അതായത് ഷി വാസ് വെറീഡ് ആൻഡ് അൺഹാപ്പി എന്നുള്ള മീനിങ് ആണ് ഫ്രെറ്റഡ് എന്നുള്ളതിന്. ഫോർ ദ ഫസ്റ്റ് ഫ്യൂ വീക്സ് ഷി വുഡ് നോട്ട് ഈറ്റ് എ തിങ്. ദെൻ ഷി റോട്ട് എ ലെറ്റർ ഓഫ് നമ്പേഴ്സ് ടു ദ curator. How was Baba? Back came the replies. Well, but fretting, he refuses food too. സോ അവളാണെങ്കിൽ ഒന്നും കഴിക്കാറുണ്ടായിരുന്നില്ല കുറേ ദിവസത്തേക്ക്. എന്നിട്ട് നമ്മുടെ ക്യൂറേറ്ററിന് ഒരുപാട് ലെറ്റേഴ്സ് അയക്കും, എങ്ങനെയുണ്ട് ബാബ, അങ്ങനെ റിപ്ലൈ വരുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ലതാണ്, പക്ഷേ അങ്ങനെ ഭയങ്കര അൺഹാപ്പി ആൻഡ് സാഡാണ് ആൾ, ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ല എന്ന് പറയാണ്. After that, friends visiting Mysore were begged to make a point of going to zoo and seeing how Baba was getting along. They reported that he was well but looked very thin and sad. സോ ഫ്രണ്ട്സ് ഇങ്ങനെ മൈസൂർ പോകുന്ന ആ ഒരു സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങളൊന്ന് സൂവിൽ പോയി നോക്കൂ ബാബ എങ്ങനെയുണ്ട് നോക്കുമ്പോൾ അവരവിടെ പോയിട്ട് അവരെങ്ങനെയാണ് റിപ്പോർട്ട് തന്നത്, ബാബ നല്ല ക്ഷീണിച്ചിട്ടിരിക്കുകയാണ്, നല്ല സങ്കടത്തിലുമാണ്. All the keepers of the zoo said he was fretting. For 3 months, I managed to restrain my wife from visiting Mysore. Then she said one day, I must see Baba. Either you take me by car or I will go myself by bus or train. So I took her by car. സോ അവിടുത്തെ കീപ്പേഴ്സും അല്ലെങ്കിൽ സൂ കീപ്പേഴ്സും പറഞ്ഞു ബാബ വാസ് ഫ്രെറ്റിംഗ്, ബാബ വാസ് അൺഹാപ്പി ആൻഡ് സാഡ്, അല്ലെങ്കിൽ ബാബ വാസ് വറീഡ്. അപ്പോൾ 3 മാസത്തേക്ക് തൻ്റെ വൈഫിനെ മൈസൂർ വിസിറ്റ് ചെയ്യുന്നതിനും നമ്മുടെ ഓതർ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു, റിസ്ട്രെയിൻ ചെയ്തു. ഒരു ദിവസം നമ്മുടെ വൈഫ് പറഞ്ഞു, എനിക്ക് ബാബയെ കാണണം, എന്നെ കാറിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ബസ്സോ ട്രെയിനോ പിടിച്ചിട്ട് അവിടേക്ക് പോകും. പക്ഷേ അപ്പോൾ നമ്മുടെ ഓതർ എന്ത് ചെയ്തു, സമ്മതിച്ചിട്ട് അവരെ വണ്ടിയിൽ കാറിൽ അവിടെ കൊണ്ടുപോയി, ഇവിടെ മൈസൂർ സൂവിലേക്ക് കൊണ്ടുപോയി. Friends had conjectured that the bear would not recognize her. I had thought so too. But while she was yet some yards from the cage, Baba saw her and recognized her. ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ കൺജക്റ്റേർഡ് എന്ന് വെച്ചാൽ അവരൊക്കെ ഇങ്ങനെ ഗസ് ചെയ്തു, അല്ലെങ്കിൽ ഫോംഡ് ആൻ ഒപ്പീനിയൻ ബൈ ഗസ്സിങ്, അല്ലെങ്കിൽ ഗസ് ചെയ്തിട്ടൊരു ഒപ്പീനിയൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ബെയറിന് ഫ്രണ്ടിൻ്റെ വൈഫിനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നറേറ്ററാണെങ്കിലും ഓതറാണെങ്കിലും അങ്ങനെ തന്നെ വിചാരിച്ചത്. പക്ഷേ ബാബയുടെ കേജിൻ്റെ അടുത്ത് കുറച്ച് ദൂരെ എത്തിയപ്പോഴത്തേക്ക് തന്നെ ബാബയ്ക്ക് നമ്മുടെ വൈഫിനെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. He howled with happiness. She ran up to him and petted him through the bars and stood on his head in delight. So ബാബ ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചടി, അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഒച്ച വെച്ചിട്ടുണ്ടായിരുന്നു. ഹൗൾഡ് വെച്ചാൽ അങ്ങനെ സ്ക്രീം ചെയ്തു എന്നുള്ള മീനിങ് ആണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ബാബയുടെ അടുത്തേക്ക് ഓടിയിട്ട് ബാബേനെ ആ ബാസിനുള്ളിലൂടെ പോയിട്ട് ഇങ്ങനെ നല്ലോണം പെറ്റഡ് അല്ലെങ്കിൽ ഓമനിച്ചു. അവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ബാബയാണെങ്കിൽ സന്തോഷം കൊണ്ട് തലയൊക്കെ ഇങ്ങനെ ഇളക്കുണ്ടായിരുന്നു. For the next 3 hours, she could not leave the cage. She gave him tea, lemonade, cakes, ice cream and what not. 3 മണിക്കൂറത്തേക്ക് അവർ ആ കേജ് വിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ കൂട് വിട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ബാബയ്ക്ക് വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്തു, ചായയും ലെമണേഡും കേക്കും ഐസ്ക്രീമും ഒക്കെ കൊടുത്തു. ദെൻ ക്ലോസിംഗ് ടൈം കെയിം ആൻഡ് വി ഹാഡ് ടു ലീവ്. മൈ വൈഫ് ക്രൈഡ് ബിറ്റർലി, ബാബ ക്രൈഡ് ബിറ്റർലി. അപ്പോൾ ഇനി സൂ അടയ്ക്കാനുള്ള ടൈമായി. വൈഫാണെങ്കിൽ നല്ലോണം കരച്ചിലാണ്, ബാബയാണെങ്കിൽ നല്ലോണം കരച്ചിലാണ്. ഈവൻ ദ ഹാർഡൻ ക്യൂറേറ്റ് ആൻഡ് ദി കീപ്പേഴ്സ് ഫെൽറ്റ് ഡിപ്രസ്ഡ്. ഈവൻ അവിടുത്തെ ക്യൂറേറ്റർ പോലും, അതായത് അത്രയും കഠിന ഹൃദയമുള്ള ആ ക്യൂറേറ്റർ പോലും, അതുപോലത്തെ ബാക്കിയുള്ള കീപ്പേഴ്സൊക്കെ ആകെ ഡിപ്രസ്ഡായി. As for me, I had reconciled myself to what I knew was going to happen next. പക്ഷെ എനിക്കറിയായിരുന്നു എന്താണ് അടുത്ത് സംഭവിക്കാൻ പോണതെന്ന്. Oh please sir, she asked the curator. May I have my Baba back? Hesitantly he answered, Madam, he belongs to zoo and is government property now. I cannot give away government property. But if my boss, the superintendent Bangalore agrees, certainly you may have take him back.
സോ അപ്പോൾ നമ്മൾ ക്യൂറേറ്ററിൻ്റെ അടുത്ത് വൈഫ് ഇങ്ങനെ കെഞ്ചി പറയാണ്, ഓ സർ എന്നെ ബാബനെ തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ. അപ്പോൾ അവർ പറയാണ്, മാഡം ഒരിക്കലും പറ്റില്ല, കാരണം ഇപ്പം ബാബ ഈ സൂവിൻ്റെയാണ്, ഈ സൂ ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്, ഗവൺമെൻറ് പ്രോപ്പർട്ടി അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ വേണമെങ്കിൽ സഹായിക്കാം, എൻ്റെ ബോസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാബേനെ കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. There followed the return journey to Bangalore and visit to Superintendent's bungalow, a tearful pleading. Baba and I were both fretting for each other. Will you please give him back to me? He was a kind-hearted man and consented. So, തിരിച്ചു വരുന്ന വരവിൽ ബാംഗ്ലൂരിലേക്കാണ് പോയത്. എന്നിട്ട് അവിടുത്തെ സൂപ്പറിൻറ്റൻഡൻറ്റിനെ കണ്ടു, അവരുടെ ബംഗ്ലാവ് വിസിറ്റ് ചെയ്തു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ വൈഫ് പറയാണ്, ബാബയും ഞാനും അൺഹാപ്പിയാണ് ഇപ്പോൾ, അല്ലെങ്കിൽ വെറിഡ് ആൻഡ് അൺഹാപ്പിയാണ്, എനിക്ക് ബാബേനെ തിരിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യനായിരുന്നു, സൂപ്പറിൻറ്റൻഡൻറ്റ് നല്ലൊരു മനുഷ്യനായിരുന്നു. അയാൾ എന്ത് ചെയ്തു, അതിന് സമ്മതിച്ചു. Not only that, but he wrote to curator teller him to lend us a cage for transporting the bear to Bangalore. സോ അത് മാത്രം സമ്മതിക്കുകയല്ല നമ്മുടെ സൂപ്പറിൻറ്റൻഡൻറ്റ് ചെയ്തത്, ഒരു കേജും കൊടുത്തു നമ്മുടെ ബാബയെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. We went to Mysore again. Armed with the superintendent's letter, Baba was driven into the small cage and hoisted on the top of the car. The cage was tied securely and a slow and careful return journey to Bangalore was accomplished. സോ ഇപ്പോൾ മൈസൂരിലേക്ക് വീണ്ടും പോകേണ്ടി വന്നു. കയ്യിൽ ആരുടെ കത്തുണ്ട്, സൂപ്പറിൻറ്റൻഡൻ്റെ കത്തുണ്ട്. ബാബേനെ ആണെങ്കിൽ ചെറിയൊരു കേജിൽ കൊണ്ടുപോയിട്ട് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു, കാറിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു, ഹോയിസ്റ്റ് ചെയ്തു. കേജ് നല്ലോണം എന്നിട്ട് എന്ത് ചെയ്തു, കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെല്ലെ പതുക്കെ ശ്രദ്ധയോടെയായിരുന്നു അവരുടെ തിരിച്ചുള്ള റിട്ടേൺ. ഓക്കെ, ഹോയിസ്റ്റഡ് എന്ന് വെച്ചാൽ റേസ്ഡ് ബൈ മീൻസ് ഓഫ് റോപ്സ് ആൻഡ് പുള്ളീസ്, ഉയർത്തുക എന്നുള്ളൊരു മീനിങ് ആണ്. Once home, a squad of coolies were engaged for special work in our compound. An island was made for Baba. സോ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഒരുപാട് കൂലീസിനെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു സ്പെഷ്യൽ കോമ്പൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ബാബയ്ക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു ഐലൻഡ് തന്നെ. So it was 20 feet long and 15 feet wide and was surrounded by a dry pit or moat just 6 feet and 7 feet deep. സോ അതൊരു ഏകദേശം ആ ഐലൻഡ് എന്ന് പറയുന്നത് 25 ഫീറ്റ് നീളവും അതുപോലെ തന്നെ 15 ഫീറ്റ് വീതിയുള്ളതായിരുന്നു. അതിനകത്തൊരു ഡ്രൈ പിറ്റ് അല്ലെങ്കിൽ ഒരു വലിയൊരു കുഴി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് ഏകദേശം 6 ഫീറ്റ് വിഡ്ത്തും 7 ഫീറ്റ് ഡെപ്തുള്ളൊരു കുഴിയായിരുന്നു. എ വുഡൻ ബോക്സ് ദാറ്റ് വൺസ് fowls were brought and put on the island for Baba to sleep at the night. സോ ഒരിക്കൽ ഇങ്ങനെ വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ടുള്ള ഫൗൾസ് അല്ലെങ്കിൽ പക്ഷികളെ ബോക്സ് ചെയ്തിട്ടുള്ളൊരു വുഡൻ ബോക്സ് ഉണ്ടായിരുന്നു അവിടെ. അതെന്ത് ചെയ്തു, ബാബയ്ക്ക് രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് ആ ഐലൻഡിൽ കൊടുത്തു. സ്ട്രോ വാസ് പ്ലേസ്ഡ് ഇൻസൈഡ് ഹിം ടു കീപ് വാം ആൻഡ് ഹിസ് ബേബി. The gnarled stump, along with his gun, a piece of bamboo, both of which he had been sentimentally preserved since he had been sent away to zoo, were put back for him to play with. സോ സ്ട്രോ വെച്ചിരുന്നു അവനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വാമായിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവൻ്റെ ബേബി, അതായത് ആ വുഡൻ സ്റ്റമ്പും അതുപോലെ തന്നെ അവൻ്റെ ഗണ്ണ്, അതായത് ആ പീസ് ഓഫ് ബാമ്പുവും അവന് എത്രത്തോളം സെൻറ്റിമെൻ്റലി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു. അത് അവൻ സൂവിലേക്ക് പോയപ്പോഴേ ഇവർ നല്ലപോലെ എന്ത് വെച്ചിരുന്നു, എടുത്തു വെച്ചിരുന്നു. In a few days, the coolies hoisted the cage onto the island and Baba was released. So, cage കൂലീസ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഐലൻഡിലേക്ക് കൊണ്ടുവച്ചു. അപ്പോൾ ബാബേനെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാബ ആണെങ്കിൽ ഹി വാസ് വെരി ഡിലൈറ്റഡ്, ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു, കാരണം കേജിനകത്ത് രക്ഷപ്പെട്ടില്ല. സ്റ്റാൻഡിങ് ഇൻ ഹിസ് ഹിൻഡ് ലെഗ്സ് ഹി പോയിൻറ്റഡ് ഹിസ് ഗൺ ആൻഡ് ക്രാഡിൽ ഹിസ് ബേബി. അപ്പോൾ അവൻ ഭയങ്കര സന്തോഷമായിട്ട് അവൻ എന്ത് ചെയ്തു വെച്ചാൽ അവൻ ആ ഗണ്ണ് പോയിൻറ്റ് ചെയ്യുകയും അതുപോലെ അവൻ്റെ സ്റ്റംപ് ഓഫ് വുഡ് വെച്ചിട്ട് അവൻ ആ ബേബിയെ നല്ലോണം ഇങ്ങനെ തൊട്ടിലായിട്ടുണ്ടായിരുന്നു. മൈ വൈഫ് സ്പെൻഡ് ഹവേഴ്സ് സിറ്റിംഗ് ഓൺ ദ ചെയർ there while he sat on her lap. സോ വൈഫ് ഒരുപാട് സമയം ചെയറിലിങ്ങനെ സ്പെൻഡ് ചെയ്യും. ആ സമയത്ത് ബാബയാവട്ടെ അവരുടെ ലാപ്പിൽ അല്ലെങ്കിൽ മടിയിൽ കിടക്കുമായിരുന്നു. ഹി വാസ് 15 months old ആൻഡ് pretty heavy too. അവന് 15 മാസം വയസ്സുണ്ട്, പക്ഷെ അവന് കുറച്ച് നല്ല ഹെവിയുമാണ്, നല്ല ഭാരമുള്ള ഒരാളും കൂടിയാണ്, അല്ലെങ്കിൽ ഭാരമുള്ള ഒരു ജീവിയും കൂടിയാണ്. The way my wife reaches the island and leaves, it's interesting.
I have tied a rope to the overhanging branch of the mango tree with a loop at its end. സോ വൈഫ് ഐലൻഡിലേക്ക് പോകുന്നത് നല്ല പോകുന്നത് നല്ല തിരിച്ചു വരുന്നതും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ആദ്യം എന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന മാംഗോ ട്രീയുടെ മുകളിലേക്ക് ഒരു കയറ് കെട്ടിയിട്ട് അതിൻ്റെ അവസാനം ഒരു ലൂപ്പ് ഉണ്ടായിരുന്നു, ഒരു വട്ടം പോലെ ഒരു കയറുണ്ടായിരുന്നു. പുട്ടിങ് 1 feet in the loop, he kicks off the other to bridge the 6 foot gap that constitutes the width of the surrounding pitch. സോ ഏകദേശം നമുക്കറിയാം ഐലൻഡിൽ ഏകദേശം ഒരു വലിയൊരു പിറ്റ് ഉണ്ട്, ഒരു 6 feet വൈഡിലൊരു പിറ്റ് ഉണ്ട്. ആ പിറ്റ് കടന്നിട്ട് വേണം ഐലൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പം അവർ ആ ലൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ലൂപ്പിൽ ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് ഏകദേശം 6 foot സ്റ്റെപ്പ് ഉണ്ട് ദൂരം, അത് കവർ ചെയ്തിട്ടാണ് അവർ അവസാനം ഐലൻഡിലേക്ക് എത്തുക. The return journey is made the same way. തിരിച്ചു വരുന്നതും ഇതുപോലെ തന്നെയാണ്. But who can say now that a sloth bear has no sense of affection, no memory and no individual characters? So ഇപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണെന്നാണ് നരേറ്റർ പറയുന്നത്. എങ്ങനെയാണ് ഒരു സ്ലോത്ത് ബിയറിന് ഇപ്പോൾ ഇതുപോലത്തെ അഫെക്ഷനോ അല്ലെങ്കിൽ മെമ്മറിയോ അല്ലെങ്കിൽ മനുഷ്യന്മാരുടെ പോലത്തെ ക്യാരക്ടേഴ്സോ ഒന്നും ഇല്ല എന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റുന്നു? അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറീനകത്ത് നിന്ന് മനസ്സിലായി നമ്മുടെ ബാബയും അല്ലെങ്കിൽ ബ്രൂണോയും നമ്മുടെ ഓദറിൻ്റെ വൈഫ് തമ്മിൽ നല്ല അഫെക്ഷനേറ്റ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് മനസ്സിലായി. അപ്പോൾ നമ്മൾ വിചാരിക്കും എപ്പോഴും മനുഷ്യന്മാർ തമ്മിൽ മാത്രമേ ആത്മബന്ധം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, മൃഗങ്ങൾ തമ്മിലൊക്കെ ആത്മബന്ധം ഉണ്ടാവും. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ സംതിങ് ഡിഫറെൻ്റ് ആണ് അല്ലേ? ഒരു വൈൽഡ് ആനിമലായിട്ടാണ് നല്ലൊരു ആത്മബന്ധം കീപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ചാപ്റ്ററൊക്കെ. അപ്പോൾ താങ്ക് യു ഫോർ എവറിത്തിങ് ആൻഡ് താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.